നമോ ഭഗവതേ വാസുദേവായ. അത സപ്തമോധ്യായ. ഈ അധ്യായത്തിൽ ഇന്ദ്രൻ ഗുരുവിനെ അവമാനിക്കുന്നതും അതുമൂലമുണ്ടായ ദേവന്മാരുടെ ഐശ്വര്യധ്വംസവും പൗരോഹിത്യത്തിൽ വിശ്വരൂപൻ്റെ വരണവും. രാജോവാച കസ്യ ഹേതോ പരിത്യക്ത ആചര്ണ്യ ആത്മനാസുരാഹ ഏതത് ആചക്ഷോ ഭഗവൻ ശിഷ്യാണാം അക്രമം ഗുരു. ശ്രീശുകോവാച ഇന്ദ്രശ്രീതി ഭുവനേശ്വര്യേ മദല്ലാംഗിത സത്പദഃ മൽഭീർവസുഭീരുദ്രൈ ആദിത്യേർ കൃപുഭീർനൃപ ദിശേ ദേവൈച്ഛ സാധൈച്ഛ നാസ്തഭ്യാം പരിസൃതാഃ സിദ്ധചാരണഗന്ധർവേ മുനിഭിः ബ്രഹ്മവാദിഭിः വിദ്യാധര അപ്സരോഭിശ്ച കിന്നരേ പദഘോരകേ നിഷവ്യമാണോ ഭഗവാൻ സ്തൂയമാനശ്ച ഭാരത ഉപഗീയമാനോ ലളിതം ആസനാശ്രിതാഃ പാണ്ഡുരേണ ആദപത്രേണ ചന്ദ്രമണ്ഡല ചാരുണാ യുക്തച്ചാന്യേ പാരമേഷ്ടേ ചാമരാവദനാദിഭിः വിരാജമാന പൗലോമേ സഹൃദ ആസനയാ ഭൃശം സായദാ പരമാചാര്യം ദേവാനാം ആത്മനച്ഛഃ നാഭ്യനന്ദത സംപ്രാപ്തം പ്രത്യുക്ത ആസനസനാദിഭിः വാചസ്പതി മുനിവരം സുരാസൂര നമസ്കൃതം നോച്ചാല അസനാദീന്ദ്ര പശ്യന്നാവി സഭാഗതം തതോ നിർഗത്യ സസ കവീർ അങ്കിരസാ പ്രഭു ആയോസോ ഗൃഹം തൂഷ്ണീം വിദ്യാൻ ശ്രീമത് അവിക്രിയാം തർഹേവ പ്രതിബുദ്ധേന്ദ്ര ഗുരുഹേളന ആത്മന ഗർഹ്യമാസ സദസി സ്വയം ആത്മന അഹോ ബദ മമാ സാധു കൃതം വൈ ഭദ്രബുദ്ധിന യമൈശ്വര്യമത്തേന ഗുരുസദസി കാട്കൃതഃ കോ ഗൃദ്യോർപണ്ഡിതോ ലക്ഷ്മീ ത്രിവിഷ്ടേവ പദേരഭി യേയാഗം ആസുരം ഭാവം നിധോദ്യ വിവിധേശ്വരഃ യേ പാരമൈഷ്ട്യം ദിഷണം അരിദിഷ്ടാന കഞ്ചന പ്രതിഷ്ഠേത് ഇതി ബ്രൂയു ധർമ്മം തേന പരം വിദുഃ തേഷാം കുബലദ്രഷ്ടॄണാം ഫലതാം തമസിഹി അധഃ യേ ശ്രദ്ധദുർവജസ്തേ വൈ വഞ്ചന്തി അസ്മാപ്ലവായിവ അദാഹം അമരാചാര്യം അകാലദിഷണം ദ്വിജം പ്രസാദയിഷ്യനിഷടാ ശ്രീഷണാഥചരണം സ്പൃശൻ ഏവം ചിന്തയസ്തസ്യ ദമഹോ നോ ഭഗവാൻ ഗൃഹാത് ബൃഹസ്പതിർഗതോ ദൃഷ്ടാം ഗതി അന്ത്യാത്മമായയാ ഗുരോനാദിഗതാ സംജ്ഞാൻ പരിഷൻ ഭഗവാൻ സ്വരാട് ധ്യായന്തിയാസുരേരുക്ത ശർമ്മനാലാപദാത്മനഃ തത്ശ്രുത്തേ വാസുരാ സർവ ആശ്രിത്തേ ഔഷധസമ്മതം ദേവാൻ പ്രത്യുദ്ധമം ചക്രോ ദുർമദാ ആദദായിനക തർവിശ്വശ്രേഷ്ഠിഭിः തീഷ്ണൈഃ നിർഭിന്നാംഗോരുബാഹവാः ബ്രഹ്മാണം ശരണം ജന്മോ സകേന്ദ്രാനദകന്ധരഃ താം തഥാം അഭ്യർത്ഥിതാൻ വീക്ഷേ ഭഗവാൻ ആത്മഭൂരജഃ കൃപയാ പരയാ ദേവ ഉവാച പരിസാന്തയന്നേ ബ്രഹ്മോവാച അഹോ ബദസുരശ്രേഷ്ഠ ഹി അഭദ്രം വാ കൃതം വദത് ബ്രഹ്മിഷ്ടം ബ്രാഹ്മണം താന്തം ഐശ്വര്യാനാഭ്യനന്ദത തസ്യായാം അനയസ്യാസീത് പരഭ്യോ വാ പരാഭവഃ പശ്യന്നേഭ്യേ സോ വൈരിഭ്യാ സമർദാനം ച യത്സുരഃ മഹവന്ദിഷദാ പശ്യേ പ്രക്ഷീണാൻ കുർവതി ക്രമാത് സമ്പ്രതി ഉപചിതാൻ ഭൂയ കാവ്യം ആരാധ്യ ഭക്തിദക ആദധീരൻ നിലേനം മാമാമി ഭൃഗ്ദേവതാഃ ത്രിവിഷ്ടഭം കീഗണയന്ത്യഭേദ്യേ മന്ത്രാഭൃഗുണാം അനുശിഷ്യദാത്താഃ നാവിപ്രഗോവിന്ദഗവീശ്വരാണാം ഭവന്തി അഭദ്രാണി നരേശ്വരാണാം തദ്വിശ്വരൂപം വദതാസു വിപ്രം തപസ്സിനാം ദ്രോഷ്ടം അദാത്മവന്തം സഭാജിതോർത്ഥാനാം വിദ്യാസദേവ യദീശമിദ്യേഷ്യതാം ഉദസ്യ ധർമ്മ. ശ്രീശുകോവാച सा एवं उदिता राजन् ब्रह्मणा विगतज्जरः ऋषीन् राष्ट्रां बव्रजे परिषुधचेदम् अब्रुवन् देवोजुः वयं ते हृदया प्रातः आश्रमं भद्रमस्तु ते कामसम्पदाद्यतं तादः पितॄणां समयोचिरः पुत्राणां हि परो धर्म पितृशुश्रूषणं सदा
अभिपुत्रपदां ब्रह्मन् किमिदा ब्रह्मचारिणाम् आचर्यो ब्रह्मणो मूर्ति पिता मूर्ति प्रजापतेः भ्राता मरुत्पदे मूर्ति माता साक्षात् सिद्धेस्तनुः दय्या भगिनी मूर्ति धर्मस्यात्मा अदिति स्वयम् अग्नेरभ्यागतो मूर्ति सर्वभूतानि चात्मनः तस्मात् पितॄन् आत्मानाम् आर्तिं परपराभवं तपसापनेयस्ताद सन्देशं कर्तुमर्हसि वृणीमहि त्वाम् उपाध्यायं ब्रह्मिष्ठा ब्राह्मणं गुरु यदाञ्जसा विजेष्याम सप्तं नस्तव तेजसः नागर्हयन्ति हि अर्थेषु यविष्टाङ्घ्रि अभिवादनं न छन्दोऽभ्यन्यत्र न ब्रह्मन् वयोज्येष्ठस्य कारणं ऋषिरुवाच अभ्यर्थितासुरगणै पौरोहित्ये महातपः सा विश्वरूपस्थानः प्रसन्ना श्लक्षणया गिरा विश्वरूपोवाच विगर्हितं धर्मशीलै ब्रह्मवर्च उपव्ययं कथन्नु मद्विदो नाद लोकेशे अभियाचितं प्रत्याह्यासति तच्चिष्ये सा एव सार्थ उच्यते अहिंजिनानां हि दलं शिलोजनं तेनेह निर्वर्तित साधु सत्क्रियाः कलं विगर्ह्यां नु करोमि अधीश्वराः पौरोदसं हृष्यति येन दुर्मतिः तदापि न्याप्रति ब्रूयां गुरुभिः प्रार्थितं क्रियते भवतां प्रार्थितं सर्वं पाणेरर्थे च साधये श्रीशुकोवाच तेभ्य एव प्रतिश्रुते विश्वरूपो महातपः पौरोहित्यं पृथच्चक्रे परमेण समाधिना सुरादिशां श्रियां गुप्ताम् औशनास्याभिविद्यया अजिन्त्यादद् महेन्द्राय वैष्णव्यो विद्यया विभु यया गुप्तसहस्राक्षे जिज्ञासुरचमुर्विभुः तां प्रागसमहेन्द्राय विश्वरूप उदारति श्रीहरे नमः। इति श्रीमद्भागवते महापुराणे षष्ठस्कन्धे सप्तमोऽध्यायः। गोपिका जीवनस्मरणं गोविन्द गोविन्द। जय सद्गुरुनाथ महाराज की जय।